ഞങ്ങൾ യാത്ര പോയി എന്ന് പറഞ്ഞില്ല, അതിൻ്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പോയത് പഴനിയിലേക്കാണോ പോയത്? പളനി എന്നൊക്കെ പറയും. അപ്പം പോയി അവിടുന്ന് കാറിലാണ് പോയത്. ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പം വൈകുന്നേരം 6 ആയപ്പോൾ അവിടെ എത്തി. പിന്നെ നമ്മൾ റൂമൊക്കെ നോക്കി, നല്ല റൂമൊക്കെ കിട്ടി. അങ്ങനെ അന്ന് വൈകുന്നേരവും രാത്രിയിൽ പോയി അമ്പലത്തിൽ പോയി. പിറ്റേ ദിവസവും രാവിലെ നമ്മൾ പോയി അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുണ്ടാവുമല്ലോ, അതൊക്കെ വാങ്ങി ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് തിരികെ പോകും. രാത്രി ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിലും വന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും റോഡ് വിജനമായിരുന്നു. അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള റോഡുണ്ടെങ്കിലും നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല റോഡായിരുന്നു. പിന്നെ വാഹനങ്ങളുടെ കുറവ്, വല്ലപ്പോഴും അങ്ങനെ ഒരു വാഹനം കണ്ട് മതി. പിന്നീട് എന്താണ്, 2 സൈഡിലായിട്ട് വാളൻ പുളി ഉണ്ടല്ലോ, അതാണ് 2 സൈഡിലായിട്ട് നല്ല വണ്ണമുള്ള മരങ്ങളാണത്. അങ്ങനെ 2 സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതല്ല, ഈ പുളിയല്ലേ, പകരം എന്താണ് പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്ന, കോളേജിലൊക്കെ പറയാം ഉറക്കം തൂങ്ങിയ മരങ്ങളെന്നൊക്കെ പറയും, കോളേജിൽ പലയിടത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ മരങ്ങളാണ്. അതുമാത്രമല്ല, ഇപ്പം ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഉള്ള മരങ്ങൾ മുഴുവനും വെട്ടിയും കളയുകയാണ്. അപ്പം ഇവർ പക്ഷേ ആ ഒരു റോഡിൽ നിന്ന്, നല്ല വീതിയുള്ള റോഡാണെങ്കിലും ആ റോഡിൽ നിന്ന് ഒരു നിശ്ചിത അകലം മാറ്റിയാണ് ഈ മരങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അതിനെ സംരക്ഷിക്കാനായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പുതുതായി വയ്ക്കുന്ന മരങ്ങൾ അതിനെ കെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്കെന്താണ്, ഇതുപോലൊക്കെ നമുക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലൊക്കെ കുറേ കൂടെ ഒന്ന് റെഡിയായിരുന്നെങ്കിൽ ഈ ചൂടിന് ഒരാശ്വാസമായേനെ എന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ട് എനിക്ക്. അത്ര നല്ല ഭംഗിയുള്ള ബാക്കിയുള്ളിടത്തൊക്കെ നോക്കി നമുക്ക് മരങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ, ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടും ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. ഈ പുളി എന്നുള്ളത്, പുളിക്ക് പൊതുവേ എൻ്റെ അറിവിൽ നല്ല കട്ടിയുള്ള തടിയാണ് അല്ലേ. അപ്പം അതാകുമ്പോൾ പെട്ടെന്ന് കേടുവന്നോ അല്ലെങ്കിൽ ഒടിഞ്ഞോന്നോ അങ്ങനെ വീഴില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഈ പുളിമരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരറിവ്. ബാക്കി അടുത്തതിൽ പറയാം.